ഏറ്റവും അടിപൊളിയായിട്ട് നമ്മുടെ ടീം വർക്ക് നടന്നത് എപ്പോഴാണ്? നമ്മളെ കഴിഞ്ഞ ഫേസ് 1 ഫേസ് 2 ആയിട്ടാണ് പ്രഡിക്ഷൻ സീരീസ് അല്ലെ, എല്ലാരും ആക്റ്റീവായിട്ട് അല്ലെ, ആക്റ്റീവായിട്ട്. അപ്പൊ ആ സമയത്ത് ഇവിടെ ലീവ് എടുത്ത് പോയ ഒരാൾ അവിടെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അല്ല, നമുക്ക് ഒരൊറ്റ കാര്യം മാത്രം ഒഴിവാക്കിയാൽ മതി, വേറെ ഒന്നുമില്ല. കാരണം മറ്റൊന്നല്ല, സ്റ്റാഫ് റൂമിൽ നമ്മൾ ട്രോള്. ഒരാളുടെ ഡ്രീം, നിങ്ങൾക്ക് ഡ്രീം ഉണ്ടോ ദെൻ യു കം വിത്ത് അസ് എന്ന പോളിസിയിലാണ് എപ്പോഴും എന്ത് ചെയ്യുന്നുള്ളത്, സൈലം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ആൽഫാജനാണല്ലേ പഠിച്ചു വന്നിരിക്കുക. ഹലോ, ഞങ്ങളിപ്പം കൂടിയിരിക്കുന്നത് വെസ്റ്റ് ഹില്ലിലെ സൈലത്തിൻ്റെ എക്സ്ക്ലൂസീവ് ജെഇ ക്യാമ്പസിലാണ്. അതായത് ജെഇക്ക് വേണ്ടി പ്രത്യേക ഒരു വിങ് ഉള്ള സ്ഥാപനം കേരളത്തിൽ അത് സൈലം തന്നെയാണ്, നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്, ഡബിൾ സന്തോഷത്തിലാണ്. ഒന്നാമത് ജെഇ അഡ്വാൻസ്ഡിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഇപ്പോൾ 23 കുട്ടികളെയാണ് ഞങ്ങൾക്ക് IIT-യിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റിയത്. അതോടൊപ്പം തന്നെ ഇന്ന് ഹൈബ്രിഡ് അല്ലെ 2026 ബാച്ചിലേക്കുള്ള ഹൈബ്രിഡിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങി, ഫ്രഷ് ആയി ക്ലാസ്സൊക്കെ തുടങ്ങി. ക്ലാസ്സെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഇരുന്ന് കൂടി സംസാരിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമ്മുടെ ഈ ടീമിനെ നയിക്കുന്ന കപ്പിത്താൻ കൂടെയുണ്ട്. ഇമേഷ് സാർ തന്നെയാണ് ഞങ്ങളുടെ ആദ്യം സംസാരിക്കാൻ വന്നത്. ഇമേഷ് സാർ, കം ഓൺ. ഓക്കെ, താങ്ക് യു മിസ്റ്റർ റുഫീദ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ റുഫീദ് പറഞ്ഞ മാതിരി നമ്മളെ ഹൈബ്രിഡിൻ്റെ ഡേ 1 ഫസ്റ്റ് ഡേ ആയിരുന്നെന്ന്. കുട്ടികളൊക്കെ വളരെ അടിപൊളിയായിട്ട് ക്ലാസ്സിലൊക്കെ ഇരുന്നു. അവരാദ്യമായിട്ട് ഒരു പക്ഷേ ഹൈബ്രിഡ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തൊരു ഡേ ആയിരുന്നെന്ന്. അപ്പോൾ കുട്ടികളോട് നമ്മൾ അതിൻ്റെ റിവ്യൂ ഒക്കെ ചോദിച്ചപ്പം കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ്. അവർ ഈ ഒരു സിസ്റ്റത്തെ അങ്ങോട്ട് ഏറ്റെടുത്തു എന്ന് തന്നെയാണ് നമ്മൾ അവരുടെ റെസ്പോൺസ്. ഓ ശരിക്കും സാർ, അത് നമ്മുടെ ക്ലാസ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ചെന്നിട്ട് ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യാണ്, വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളും പഠിച്ച കാര്യങ്ങളൊക്കെ ക്ലാസ് എന്ത് ചെയ്യുന്നുണ്ട് പറയും. നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്താൽ മതി, പ്രോബ്ലംസ് മാത്രം ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ഐ ഫീൽ ലൈക്ക് ദിസ് ഹൈബ്രിഡ് സിസ്റ്റം ഈസ് വൺ ഓഫ് ദി ഫണ്ടാസ്റ്റിക് തിങ്. കാരണം അവർക്ക് ആവശ്യത്തിനനുസരിച്ച് പഠിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്, ആവശ്യത്തിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ട്. പിന്നെ ഒരു എന്താ നമ്മൾ പറയുക, ഒരു തീച്ചൂലായിട്ട് വറുത്തെടുക്കുന്ന ആ ഒരു സ്റ്റൈല് എന്ത് ചെയ്യുന്നില്ല. ശരിക്കും നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മളുടെ ജെഇ ക്യാമ്പസ് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ചില പ്രഖ്യാപന നയങ്ങളുണ്ട്. ലൈക്ക് ഒരിക്കലും നമ്മുടെ മക്കളെ സ്ട്രെയിൻ ആക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം മറ്റു ചില സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ക്രീമായിട്ടുള്ള കുട്ടികളെയാണ് എന്ത് ചെയ്യുക, അവർ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് റാങ്ക് ഉണ്ടാക്കുക. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഹൂവർ യു ആർ ഇൻ ദ പാസ്റ്റ് അത് നമ്മൾ ഒരിക്കലും നോക്കാറില്ല. ഇപ്പോൾ ചില സ്ഥാപനങ്ങൾ നോക്കിയാൽ ഡോക്ടേഴ്സിൻ്റെയും എൻജിനീയേഴ്സിൻ്റെയും മക്കൾക്കായിരിക്കും എന്ത് ചെയ്യുക, ഒരു അഡ്മിഷൻ സ്കോളർഷിപ്പൊക്കെ. ഒരിക്കലും നമ്മുടെ ജീനല്ല, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ കാലത്ത് എന്തായിരുന്നു എന്നുള്ളതല്ല നമ്മുടെ റിസൾട്ട് തീരുമാനിക്കുക. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ രീതിയിലേക്ക് നമ്മളുടെ മക്കളെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹൈബ്രിഡ് പ്ലാറ്റ്ഫോമിന് കഴിഞ്ഞിട്ടുണ്ട് സാർ, ശരിക്കും പറഞ്ഞാൽ. അതായത് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി കുട്ടികളുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ കൂടുതലുള്ള ഒരു സിസ്റ്റമാണ് ഹൈബ്രിഡ് സിസ്റ്റം. മുകളിൽ നിന്നുള്ള ഒരു സ്ട്രീമിങ്ങിന് വരിക എന്നുള്ളതിനപ്പുറത്തേക്ക് അവർ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിലേക്ക് എത്തുന്ന രീതിയിൽ. അപ്പോൾ കുട്ടികൾക്ക് സ്ട്രെയിൻ ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത് വെച്ചാൽ അവർ പഠിക്കാൻ സമയം കിട്ടുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇപ്പോൾ ഹൈബ്രിഡിനെ കുറിച്ച് പറയാൻ നമുക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് നമ്മുടെ ശങ്കർ സാറിനോട് ചോദിക്കാം. ശങ്കർ സാർ ഞങ്ങളുടെ ഫാമിലിയിൽ. അപ്പം അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ ഈ റിസൾട്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇത് ഒരാൾ ഉണ്ടാക്കിയ റിസൾട്ട് അല്ല. ഈ ഒരു തോണി മുന്നോട്ട് പോകുന്നത് തുഴയാൻ ഒരുപാട് ആളുകളുണ്ട്. ഒരു കപ്പിത്താനെ കൊണ്ടൊന്നും ഒരു തോണിയോ കപ്പലോ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ടീമായിട്ട് ആക്ച്വലി എൻ്റെ ഈ ഒരു കൂടെ നിൽക്കുന്ന എൻ്റെ അധ്യാപകരിൽ, എൻ്റെ സുഹൃത്തുക്കളിൽ വളരെ എന്താ പറയുക, ഞാൻ ഐ എം സോ പ്രൗഡ് ഓഫ് ദം. ഓക്കെ, അപ്പോൾ നമ്മളെ ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ ഫാമിലീൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കിയാൽ ഞങ്ങൾക്ക് ഇളമുറ തമ്പുരാനുണ്ട്, പിന്നെ ഒരു കാരണവരുണ്ട്. അപ്പൊ നമ്മളെ കാരണവരാരാന്ന് വെച്ചാല് ഒരു പക്ഷേ നമ്മളിവിടെ ഇരിക്കുന്ന പല അധ്യാപകരുടെയും അധ്യാപകനായ വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള, ഇനി ഞാൻ ആ പേര് പറയുന്നത് എക്സ്പീരിയൻസ് 38 പറയും, കാരണം 2 വയസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അല്ല. ഇനി ഞാൻ ആ പേര് പറയണമെന്നുണ്ടോ ഉറഫെയ്തെ? ആരായിരിക്കും? ശങ്കർ സാർ. അപ്പോ പിന്നെ സാറ് നമ്മുടെ ജംഷീദ് സാറെ പഠിപ്പിച്ച ആളാണ്, LN സാറിനെ പഠിപ്പിച്ച ആളാണ്, ബിനീഷ് സാർ തന്നെ ഇപ്പോ പിന്നെ 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഡൈ ദേശത്തൊക്കെ കുറച്ച് പോയിട്ടുണ്ട് എന്നെങ്കിലും. ഓക്കെ,
അപ്പൊ സാറിന് ചോദിക്കാനുള്ളത് ഇപ്പൊ സാർ ഇപ്പൊ ഡിഗ്രിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, PGക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, ജെയ്ക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ, ഒരുപാട് തലമുറകളെ സാറ് പഠിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിപ്പോ കോവിഡിന് ശേഷം ഏറ്റവും പുതിയ കുട്ടികളാണ്, പുതിയ രീതികളാണ്, ടെക്നോളജി ഇങ്ങനെ ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇപ്പം സാറിന് ഇപ്പോഴത്തെ ടീച്ചിങ്ങിൽ ഫീൽ ചെയ്യുന്നത്, ഇപ്പോഴത്തെ സിസ്റ്റത്തിലൊക്കെ ഫീൽ ചെയ്യുന്നത് സാറിന് എങ്ങനെയാണ്? ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ സിസ്റ്റം തന്നെയാണ് ഏറ്റവും എൻജോയ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുന്നൊരു സിസ്റ്റം. വെറുതെ എക്സാഗ്രേറ്റ് ചെയ്ത് പറയില്ല. പണ്ട് ഇപ്പോൾ ഒരു 25 വർഷം മുന്നേ ഡിഗ്രി PG ക്ലാസ്സുകളിൽ അതെ കാലത്ത് പഠിപ്പിക്കുമ്പോൾ അധ്യാപകനെല്ലാം അറിയുന്നൊരു വ്യക്തി മുന്നിലിരിക്കുന്നവനൊന്നും അറിയില്ല, എന്നിട്ട് കുറേ പ്രസംഗിച്ച് അങ്ങ് പോകുന്നു, കുറേ കമ്പൽ ചെയ്ത് പഠിപ്പിക്കുന്നു. കംഫർട്ട് എന്ന് പറയുന്നത് തീരെ ഇല്ല. കുട്ടിയെ അടിച്ചേൽപ്പിച്ച് പഠിപ്പിക്കുകയാണ്, കുട്ടിയെ ഭയപ്പെടുത്തി പഠിപ്പിക്കുകയാണ്. പരീക്ഷ പാസ്സാവണമല്ലോ എന്നുള്ള രീതിയിൽ ഇവൻ എന്തെല്ലാമൊക്കെയോ ചെയ്ത് കാണാപ്പാടം പഠിച്ച് എഴുതുന്ന രീതിയിലായിരുന്നു അന്ന്. പിന്നെ അവിടെ അധ്യാപകനെ റോളുള്ളൂ, കുട്ടിക്കല്ല റിസൾട്ട്. കുട്ടി റിസൾട്ട് വാങ്ങിയാൽ പോലും അന്നത്തെ കാലത്ത് അധ്യാപകന്റെ പേരിൽ അറിയപ്പെട്ടിരുന്നത്. അത് നമ്മളെ കുട്ടികളെ വല്ലാതെ അവരുടെ കോൺഫിഡൻസ് കിടക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കും, കെടുത്തിപ്പോവും. ആ പഴയ സിസ്റ്റം ഇന്ന് നമ്മൾ കൊണ്ടുപോയിട്ടാണെങ്കിൽ ഒരിക്കലും വിജയിക്കില്ല, റിബലായി മാറും. പിന്നെ തീർച്ചയായിട്ടും. അതേസമയം കുട്ടിയെ നമ്മൾക്ക് തുല്യമായി കാണുന്ന ഈ കാലത്ത് അങ്ങനെ തന്നെ കാണണം. ഈ കണ്ട് പ്രത്യേകിച്ച് സൈലത്തിൻ്റെ ഈ ഹൈബ്രിഡ് സിസ്റ്റം അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിൽ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഹൈബ്രിഡ് സിസ്റ്റം ഇവിടുത്തെ സൈലത്തിൻ്റെ ആധുനിക എന്താ പറയുക സാഹചര്യങ്ങളും കാണുമ്പോൾ ഒരു കൺസെപ്റ്റ് നമ്മൾ അന്നൊക്കെ ഒരാൾ പറഞ്ഞു, അത് കുട്ടി കേട്ടാൽ കേട്ടു, ഇല്ലെങ്കിൽ പിന്നെ രണ്ടാമത് വട്ടം അത് കേൾക്കാനുള്ളൊരു സാഹചര്യം പോലും ഇല്ല, എഴുതാനും തന്നെ പറ്റിയെന്ന് വരില്ല. ഇവിടെ അങ്ങനെയല്ല. ഞാൻ ഈ എന്താ പറയുക നമ്മളുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ കണ്ടത് ഒരു കോൺസെപ്റ്റ് കുട്ടി ആദ്യം വീഡിയോയിൽ കേൾക്കുന്നു, ആ കേൾക്കുമ്പോൾ തന്നെ അവൻ അവൻ്റേതായിട്ടുള്ള രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്യാനും അതിനകത്തുള്ള ഡൗട്ട്സുകൾ നോട്ട് ചെയ്ത് വെക്കാൻ, ഞാൻ പ്രത്യേകം പറഞ്ഞു നോട്ട് ചെയ്ത് വെക്കാനും, അത് വീണ്ടും അവൻ്റെ സ്വന്തം രീതിയിൽ രാവിലെ വന്ന് എക്സാം എഴുതുന്നു. അപ്പോൾ കുറേയും കൂടി അതിലേക്ക് മുന്നോട്ട് വന്നു. പിന്നെ അന്നത്തെ ക്ലാസ്, അത് കഴിഞ്ഞ് അതിൻ്റെ ഡിസ്കഷൻ, ഡൗട്ട്സ് ക്ലിയറിങ്, ഇതെല്ലാം കഴിഞ്ഞ് കുട്ടിയുടെ അടുത്തേക്ക് നമ്മൾ എത്തുന്നു ഹോസ്റ്റലിൽ. ഇത്തരം ഒരു ഫെസിലിറ്റി ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. എൻ്റെ ഇത്രയും എക്സ്പീരിയൻസിൽ ഒരു ചെറിയൊരു കൺസെപ്റ്റ് ഒരു കുട്ടിയെ എത്രത്തോളം നമുക്ക് കൺവിൻസ് ചെയ്തെടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമമാണ് ഹൈബ്രിഡ് സിസ്റ്റത്തിൽ സൈലം പ്രൊവൈഡ് ചെയ്യുന്നത്. തീർച്ചയായും പുതിയ തലമുറയെ പഠിപ്പിക്കാൻ സാറിന് വളരെ കംഫർട്ടാണ്, വളരെ കംഫർട്ടാണെന്ന് മാത്രമല്ല അവർ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് നമ്മളെ എൻജോയ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് എനിക്ക് 100% പറയാൻ കഴിയും. ഓക്കെ, അപ്പൊ സാർ നമ്മളിപ്പോ മൂത്ത തമ്പുരാനിലേക്ക് പോയി, ഇത് നമുക്ക് ഏറ്റവും ഇളയ തമ്പുരാനിലേക്ക് സാറേ നമ്മളെ ഫാമിലിയില് യുവ തുർക്കിയിലേക്ക് ഞാൻ പാസ് ചെയ്യാം. ഫാമിലിയില് ഇപ്പം വർഷങ്ങള് പാരമ്പര്യമുള്ള ശങ്കർ സാറിനെ പോലുള്ള ആളുകളുണ്ട്, NITians ഉണ്ട്, എല്ലാവരും പരിചയപ്പെടുത്തും. ഏറ്റവും നമ്മൾ പറയാ അനിയൻകുട്ടൻ നിങ്ങളെ പേരാണ്. ഇളമുറ തമ്പുരാൻ. പക്ഷേ ഇളമുറക്കാരാണ് ഇവിടെ ഏറ്റവും നല്ല വൈബിലുള്ളത്. അപ്പൊ നമുക്ക് തൻസീൽ സാറിന് മൈക്ക്. തീർച്ചയായിട്ടും ഞാൻ തൻസീലിന് മൈക്ക്. തൻസീൽ സാറിന്റെ അടുത്ത് പറയുമ്പോൾ ഇപ്പോൾ പിന്നെ എന്താ പറയാ, ഇക്ബാൽ സാറിന് ശേഷം നമുക്ക് IIT മദ്രാസ് തന്ന ഒരു മുത്താണ് നമ്മുടെ തൻസീൽ സാർ. അപ്പൊ സാറിന്റെ റാങ്കുകളൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ, പിന്നെ അഡ്വാൻസ്ഡിന്റെയും അതേപോലെ തന്നെ മെയിൻ്റെയും ഒക്കെ ഒന്ന് റാങ്ക് പറഞ്ഞോളൂ. അഡ്വാൻസിന് അറൌണ്ട് 5000 ആയിരുന്നു റാങ്ക്, ഓൾ ഇന്ത്യ. ജെഇമെയിന് 2100. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് സാർ പഠിച്ചത് പറഞ്ഞല്ലേ മദ്രാസിൽ? IIT മദ്രാസിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് BTech ആയിരുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇത് പിന്നെ ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ സാറിൻ്റെ വയസ്സിനേക്കാൾ 1.5 മടങ്ങ് എക്സ്പീരിയൻസ് ഉള്ള ശങ്കർ സാർ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ സാറിൻ്റെ പിതാവിനോട് പഠിച്ച ഷാജഹാൻ സാർ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എനിവേ എങ്ങനെയുണ്ട് ഈ ഒരു പിയർ ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു ഓളമാണ് നമ്മുടെ സ്റ്റാഫ് റൂമിലൊക്കെ ഉള്ളത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്, എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിലും വളരെ മികച്ച സപ്പോർട്ടാണ്. അക്കാഡമിക്കലി ആണെന്നുണ്ടെങ്കിലും ഒരു കൊളീഗ് എന്ന നിലയിലാണെന്നുണ്ടെങ്കിലും വളരെ നല്ല സപ്പോർട്ടാണ് എല്ലാ ടീച്ചേഴ്സിൻ്റെ അടുത്തു നിന്നും കിട്ടിയിട്ടുള്ളത്. അവരുടെ ഗൈഡൻസും ഇതുകൊണ്ടാണ് നമുക്ക് അതിനനുസരിച്ച് കുട്ടികൾക്ക് ഡെലിവർ ചെയ്യാനും പറ്റുന്നത്. കാരണം ഇവർ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ. അപ്പോൾ കുട്ടികളെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും അക്കാഡമിക്കലി ഇപ്പോൾ ഡൗട്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാം. അപ്പോൾ അതിൽ സാറേ അപ്പം അങ്ങനെ എളിമയോട് പറയുമെങ്കിലും തൻസീൽ സാറിൻ്റെ അടുത്ത് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ IIT എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അത് മാത്രമല്ല സാറേ,
കാരണം പുള്ളി പുതിയ കാലഘട്ടത്തിലേക്ക് പിറന്നവണ് ടീച്ചറാണ് അല്ലേ. അതായത് പുള്ളിയുടെ ജനറേഷനിലാണ് പുള്ളി ടീച്ചിങ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് പുതിയ ടെക്നോളജിയും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും അല്ലെ അതിലേക്ക് ഇതാക്കാനും കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരാനും അതുപോലെ ബാക്കി യെസ് ഓക്കെ അതെ ബാക്കി പിന്നെ അതെ അപ്പോൾ ബാക്കി ടീച്ചേഴ്സിനെയൊക്കെ അതിൽ സപ്പോർട്ട് ചെയ്യാനും എന്താണെന്ന് അങ്ങനെ ഒരു പിന്നെ ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിലാണ് നമ്മുടെ സിസ്റ്റം കൊണ്ടുപോകുന്നത്. അപ്പോൾ സാറ് വളരെ എളിമയോട് പറയെങ്കിലും ശരിക്കും ആക്ച്വലി തൻസീൽ സാർ അടുത്തുനിന്ന് ബാക്കിയുള്ള നമ്മുടെ പോലത്തെ ടീച്ചേഴ്സിനെയൊക്കെ ഒരുപാട് പഠിച്ചെടുക്കാൻ അല്ല നമ്മുടെ മീൻസ് ഞാൻ ഉദ്ദേശിച്ച ശങ്കർ സാറ് മീൻസ് സാറ് അല്ല അതായത് തലമുറ കൂടിയ ആൾക്കാരാണ് ഉദ്ദേശിച്ചത്. ഓക്കെ യെസ് തീർച്ചയായിട്ടും അതെ. അതായത് അതെ യെസ് അതെ തീർച്ചയായിട്ടും. കാരണം സാറ് ഇപ്പോഴത്തെ തലമുറയിലേക്ക് പറന്ന് വീണതാണ് അല്ലെ. ഇപ്പോഴത്തെ തലമുറയിലേക്ക് പറന്ന് വീണതാണ്. അപ്പോൾ പുതിയ ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കാം, കുട്ടികളെ അതിലേക്ക് എങ്ങനെ എത്തിക്കാം, അല്ലെങ്കിൽ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ ഏത് ന്യൂ ജനറേഷൻ ഏറ്റവും ജനറേഷൻ അല്ലേ. അതെ അതെ ആൽഫ ജൻ ആണല്ലേ പഠിച്ചു വന്നിരിക്കുക. അതെ ആൽഫ ജനറാണ്. അപ്പോൾ ആ പുതിയ ടെക്നോളജികളിലേക്ക് ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ പിന്നെ ബാക്കി ടീച്ചേഴ്സിനൊക്കെ സഹായിക്കാനും തനുസരിച്ച് അപ്പോൾ അങ്ങനെ ഒരു പിയർ ഗ്രൂപ്പാണ് അല്ലെ. അങ്ങനെ ഒരു അതാണ് നമ്മുടെ ടീമിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അല്ലേ സാർ. അപ്പോൾ അടുത്ത് നമുക്ക് ഷാജഹാൻ സാറിലേക്ക് പോകാം. ഷാജഹാൻ സാറിനെ സംബന്ധിച്ചിടത്തോളം സാർ ആദ്യമായിട്ടാണ് ഇന്ന് ഹൈബ്രിഡിന്റെ ക്ലാസ് എടുക്കുന്നത് അല്ലേ. ഇതുവരെ സാർ ഓഫ്ലൈൻ മാത്രമായിട്ട് എടുക്കുന്നത്. അപ്പോൾ സാർ എന്താണ് ഒരു റിപ്പീറ്റർ ബാച്ചിലേക്ക് ഹൈബ്രിഡിൽ കയറുമ്പോഴും അതോടൊപ്പം തന്നെ ഓഫ്ലൈനിൽ കയറുമ്പോഴുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം ഭയങ്കരമായ വ്യത്യാസം. ഷാജഹാൻ സാർ നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ 18 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ജെഇ കോച്ചിങ്ങിൽ 18 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള സാറാണ്. സാർ പറയും. സാറേ നമുക്ക് ഹൈബ്രിഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കരമായ വ്യത്യാസമാണ്. കാരണം ഞാൻ ഇതിനു മുൻപ് നമ്മൾ സാധാരണ ഓഫ്ലൈൻ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് നമ്മളൊരു റിപ്പീറ്റേഴ്സ് ക്ലാസ്സിലേക്ക് കയറി ചെന്നാൽ ആ കുട്ടികൾ ബോർഡ് എക്സാം ലെവലിൽ പഠിച്ചിട്ടിരിക്കുന്ന മക്കളാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് 10⁻² എങ്ങനെ മാറ്റി എഴുതാമെന്ന് പോലും അറിയാൻ വയ്യാത്ത മക്കളാണ്. പക്ഷെ ഞാനിപ്പോൾ നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് കയറി നമ്മൾ റിപ്പീറ്റേഴ്സിൻ്റെ ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോൾ ആ കുട്ടികൾക്ക് എന്തൊക്കെയോ അറിയാമെന്ന് പറഞ്ഞാൽ അവർ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ചോദിക്കുന്ന സംശയങ്ങളിൽ പോലും നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. സാധാരണ നമ്മളൊരു സാധാ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ക്ലാസ് എടുത്ത് ഫൈനൽ ഏറ്റവും ലാസ്റ്റ് ടൈമിൽ നമ്മൾ റിവിഷൻ പ്രോഗ്രാം കൊടുക്കുമ്പോൾ പോലും ആ മക്കൾ നമ്മളോട് ചോദിക്കുന്നത് വളരെ ബേസിക്കായിട്ടുള്ള ഡൗട്ടുകളാണ് ചോദിക്കുക. അവർക്ക് കൺസെപ്റ്റ് കാര്യമായിട്ട് അറിയാത്ത രീതിയിലുള്ള ഡൗട്ടുകളാണ് ചോദിക്കുക. പക്ഷേ ഇവർ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാരണം തന്നെയാണ്. കാരണം ആദ്യം ഒന്ന് വീഡിയോ ക്ലാസ് കാണുന്നുണ്ട്. അതെ ആ വീഡിയോ ക്ലാസ് കാണുന്നുണ്ട്, സ്വന്തം നിലയ്ക്ക് പഠിക്കുന്നുണ്ട്. എന്നിട്ട് അവർ അതുമായി റിലേറ്റ് ചെയ്ത് എക്സാം എഴുതുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ അതേ സെയിം ടോപ്പിക്ക് എന്നാൽ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് കിട്ടുന്നു എന്ന് മാത്രമല്ല, അവർക്ക് നന്നായിട്ട് കൺസെപ്റ്റ് 2 പേരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നന്നായി പഠിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല സിസ്റ്റമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ടീം ഒരു ഭയങ്കര ഗംഭീര സംഭവമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ടീം വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഇതാണ് ഇങ്ങനെ ആകണം. അതാണ് ഭയങ്കര സംഭവമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. എക്സാക്ട്ലി എടുത്തു പറയുന്നത്. വീണ്ടും 40 വർഷം എക്സ്പീരിയൻസ് ഉള്ള ശങ്കർ സാർ മുതൽ തൻസീൽ സാർ ആ ടീം അല്ലെ ഒരു ഈഗോ ഒന്നും ഇല്ലാത്ത രീതിയിൽ. പക്ഷെ അതിനിപ്പോ ഏറ്റവും പറയാനുള്ള വെച്ചാൽ നമുക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അല്ല നമുക്ക് ഒരൊറ്റ കാര്യം മാത്രം ഒഴിവാക്കിയാൽ മതി, വേറെ ഒന്നുമില്ല. കാരണം മറ്റൊന്നല്ല, സ്റ്റാഫ് റൂമിൽ നമ്മൾ ട്രോള്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എന്നെ കണ്ടാല് എന്നെ കണ്ടാൽ എങ്ങനെ ഫീൽ ചെയ്യാ? ശങ്കർ സാറിന്റെ അത്രയും പ്രായമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അത് പൊറുത്തിയാണ് സാർ. എന്ത് അതിലെനിക്ക് പറയേണ്ട ഒരു സംഭവം, ഈ ട്രോളല് മനസ്സിലാക്കലും അത് ഇത്രത്തോളം സന്തോഷത്തോടെ പറയാനും പറ്റണമെങ്കിൽ നമ്മളൊക്കെ തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ആഴാണ്. തീർച്ചയായിട്ടും ആ ബന്ധം നമ്മൾ മനസ്സിലാക്കിയിട്ട്. അതല്ല സാറേ, എനിക്കിപ്പോ ടീം വർക്കിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ആ ബാക്കിൽ നിന്നുള്ള കണ്ണു കൊടുക്കുന്നുണ്ട്. അതായത് ഏറ്റവും അടിപൊളിയായിട്ട് നമ്മുടെ ടീം വർക്ക് നടന്നത് എപ്പോഴാ? നമ്മളെ കഴിഞ്ഞ ജെഇ ഫേസ് 1 ഫേസ് 2 ആയിട്ടാണ് പ്രഡിക്ഷൻ സീരീസ് അല്ലെ, എല്ലാരും ആക്റ്റീവായിട്ട് അല്ലെ ആക്റ്റീവായിട്ട്. അപ്പൊ ആ സമയത്ത് ഇവിടെ ലീവ് എടുത്ത് പോയ ഒരാൾ അവിടെ ഉണ്ട്. അദ്ദേഹം അതിന്റെ
അപ്പൊ അദ്ദേഹം അതിന്റെ വിഷമം എപ്പോഴും ഇതായിരുന്നു. അപ്പൊ സാർ ഒന്ന് രണ്ടു വാക്കി നമ്മുടെ ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അത് അറഫ് സാറ് നമുക്കിട്ടൊന്ന് ആണെങ്കിലും ആക്ച്വലി അത് സത്യം തന്നെയാണ്. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് രണ്ടാമത്തെ നമ്മുടെ ജെ മെയിൻസിന്റെ സെക്കൻഡ് ഫേസിലാണ്. സെക്കൻഡ് ഫേസിൽ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ചെറിയൊരു ടൂർ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ. അങ്ങനെ പോയി തിരിച്ചു വന്നപ്പോൾ ആരൊക്കെയോ എന്നോട് എന്തൊക്കെയോ ചോദിച്ചു, എന്തോ ആട്ടെ അത് പോയി. രണ്ടാമത്തേൽ നമുക്ക് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്താ സാധനം എന്നുള്ളത്. അപ്പോൾ അത് അന്നൊക്കെ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്താണ്. ഒരു പ്രഡിക്ഷൻ സീരീസ് നമ്മൾ വളരെ എന്താ പറയാ വൈബായിട്ട് പിള്ളേരും പറഞ്ഞു, പിള്ളേർക്ക് ഉപകാരപ്പെട്ട സാധനമായിരുന്നു. പ്രഡിക്ഷൻ സീരീസ് മാത്രമല്ല, നമ്മൾ ഓരോ എക്സാമിന്റെ കാര്യങ്ങളും നമ്മൾ തലേന്ന് പിറ്റേന്നുമായിട്ട് ഡിസ്കസ് ചെയ്തതും ഓരോ ദിവസങ്ങളും നല്ല രസമായിട്ട് തന്നെ പിള്ളേരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളും എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് ടീച്ചിങ്ങിലും അത് തന്നെയാണ്. നമ്മൾ ക്ലാസ്സിൽ നമ്മളും എൻജോയ് ചെയ്തുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. അത് പിള്ളേരെ ഫേസ് നമുക്ക് വായിച്ചെടുക്കാനും പറ്റുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കൂടുതൽ പറയണ്ട, അത് എല്ലാവരും പറഞ്ഞു. അതിനേക്കാൾ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ടീം വർക്ക് പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു കുട്ടി നമ്മളെ സ്റ്റാഫ് റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് അവർ ആരെയാണോ പ്രതീക്ഷിക്കുന്നത് അവരവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്ത ആളോട് അവർ ഡൗട്ട് ചോദിച്ചോളും. അതായത് അവർ ഫ്രീ ആണ്. നമ്മളെ സ്റ്റാഫ് റൂമിലൊക്കെ അവർ കയറി വരാൻ അവർ ഫ്രീ ആണ്. അങ്ങനെ കയറി വരാനും നമുക്ക് അവർ ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അവരുടെ ഡൗട്ട് എന്താണോ, അത് ഏത് ലെവലാണോ, അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അത് ലോ ലെവൽ മുതൽ നമ്മൾ ടോപ്പ് ലെവൽ, അഡ്വാൻസ് ലെവൽ വരെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളല്ല വൃത്തിയായി ചെയ്യുന്നുണ്ടെന്നാണ് നമ്മളെ വിശ്വാസമുള്ളത്. കോൺഫിഡൻസ് ആണ്. അത് പിള്ളേരോട് തന്നെ ചോദിച്ചാൽ അറിയാൻ പറ്റും നമുക്ക്. നമ്മളെ പവറും അത് തന്നെയാണ് ഡൗട്ട് ക്ലിയറൻസ് പറഞ്ഞത്. പ്രത്യേകിച്ച് ജെഇയിൽ അത് മെയിൻസ് ആയാലും അഡ്വാൻസ് ആയാലും നമ്മൾ അവർ പഠിക്കുന്നതിൻ്റെ കൂടെ അവർക്ക് എന്താണോ വേണ്ടത് അത് അവർക്കാണല്ലോ നമ്മളെക്കാൾ കൂടുതൽ അറിയാം. അപ്പോൾ ആ സാധനം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കോൺഫിഡൻസ് തന്നെ. ആകാരം കൊണ്ട് പറയുന്നതല്ല, അത് നമ്മളെല്ലാവരും ഒരാൾക്ക് പറ്റുന്നില്ലെങ്കിൽ അടുത്ത ആളത് ചെയ്യാൻ റെഡിയാണ്, അത് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ വിചാരിക്കുന്നത്. 40 വേണ്ട, ലേശം കുറച്ച് പറഞ്ഞു. പിന്നെ വേറെ ഇങ്ങൾക്കൊന്നും അറിയാത്തൊരു സത്യം ഉണ്ട്. അർസ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സൈലത്തിലെ ആസ്ഥാന ഗായകനാണ് അർസ സാർ. പക്ഷെ എന്നോട് എവിടെയും പാടരുത് എന്ന് പറഞ്ഞിട്ട് അതാ നല്ല ഗായകനാണ് സാറേ. അപ്പൊ പിന്നെ നല്ല ഗായകനാണ്, നല്ലൊരു ഡാൻസറൊക്കെയാണ്. ഓക്കെ, മമ്മൂട്ടിനെ പോലെ തന്നെയാണ്. കറക്റ്റ്. താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് അരുൺ സാറിന്റെ അടുത്തേക്ക് പോവാം. അരുൺ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാർ ഇങ്ങനെ നാണം കുണിങ്ങ പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആള് സിംഗക്കുട്ടനാണ്. ഓക്കെ, അദ്ദേഹം NIT സൂറത്ത് അല്ലേ? NIT സൂറത്ത് കെമിസ്ട്രി MSc റാങ്ക് ഹോൾഡർ ഒക്കെ ആണ് അല്ലേ? പിന്നീടാണ് സെറ്റ്, നെറ്റ്, ഗേറ്റ് എല്ലാം ഉണ്ട് അല്ല. അത് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ ഒന്ന് മൈക്ക് ഒന്ന് കൊടുക്കുമോ തൻസീർ സാറിന്? പിന്നെ തൻസീർ സാറിന്റെ റാങ്ക് ചോദിച്ച സമയത്ത് കീമിന്റെ റാങ്ക് ചോദിക്കാൻ മറന്നുപോയി. എത്രയായിരുന്നു കീമിന്റെ റാങ്ക്? കീമിന് 23 ആയിരുന്നു റാങ്ക്. 23 അല്ലേ? ഡബിൾ ഡിജിറ്റ് റാങ്ക് ആണ്. കൺഗ്രാജുലേഷൻസ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ആൾക്കാരാണ് നമ്മുടെ സ്ട്രെങ്ത്. കാരണം ഇത് കിട്ടിയ ആൾക്കാരെ പഠിപ്പിക്കുമ്പോഴുള്ള ഒരു ഇത് പ്രത്യേകമാണ്. അപ്പൊ അടുത്ത നമുക്ക് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഇതായ സാറിന്റെ ഒരു ഇതിൽ പറയൂ, എന്താണ് നമ്മുടെ ഹൈബ്രിഡിന്റെ പോസിറ്റീവ്സും? ഹൈബ്രിഡ് സിസ്റ്റത്തിന് ഞാൻ നോക്കിക്കാണുന്ന വേറൊരു ആംഗിളിലാണ്. അതായത് ഞാൻ MSc കെമിസ്ട്രി NIT ആണെങ്കിലും അതിനുശേഷം ഞാൻ B.Ed കംപ്ലീറ്റ് ചെയ്ത ആളാണ്. അതായത് ടീച്ചിങ് എന്ന് പറഞ്ഞൊരു ഇതിനെ പാഷനോടെ കണ്ടിട്ട് പോയി പഠിച്ച ഒരാളാണ്. അപ്പോൾ നമുക്ക് ടീച്ചിങ്ങിലൊരു ലേണിംഗ് തിയറീസിൽ തന്നെ പറയുന്നൊരു സംഭവമുണ്ട്, മെമ്മറി തിയറി എന്ന് പറയും. ഇതിൽ മെമ്മറി സൈക്കിൾ നമുക്ക് 3ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ദറ്റ് ഈസ് ആക്ച്വലി ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറി ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. ഒരു വസ്തുവിനെ കുറേ തവണ റിപ്പീറ്റ് ചെയ്താലാണ് ആക്ച്വലി നമുക്കത് ലോങ് ടൈം മെമ്മറിയിലേക്ക് എത്തുള്ളൂ. നമ്മൾ ക്ലാസ്സിലൊക്കെ എടുക്കുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് കിട്ടുക, അതായത് നോർമൽ ക്ലാസ്സിലൊക്കെ എടുക്കുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് കിട്ടുക ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് മാത്രം. അതുകൊണ്ടാണ് ഇവർക്ക് ഈ കാര്യങ്ങൾ മറന്നു പോകുന്നത്, ഇവർക്ക് വളരെ ടെൻഷൻ ആവുന്നതൊക്കെ. നമ്മളിവിടെ ഒരു കുട്ടികൾ വീഡിയോ ക്ലാസ് കാണുന്നു, അതിൻ്റെ പരീക്ഷ എഴുതുന്നു, അതിനുശേഷം അത് ഓഫ്ലൈനിൽ ടീച്ചേഴ്സ് എടുക്കുന്നു, അതിനുശേഷം അവർ പോയിട്ട് ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നു. അതായത് 4 തവണ ഫോർ എ സിംഗിൾ ടോപ്പിക് ദേ ആർ സ്റ്റഡി. എഗൈൻ LMRP നമ്മൾ റിവിഷൻ പ്ലാനിലേക്ക് വരും ലാസ്റ്റ്. ഞാൻ പറഞ്ഞ ഞാനൊരു ക്ലാസ് മാത്രം Day 1 എന്ന് പറഞ്ഞൊരു ക്ലാസ് മാത്രം ഇത്ര 4 തവണ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ലോങ് ടൈം മെമ്മറി സേവ് ആവും. കുട്ടികൾക്കൊരു പരീക്ഷയൊക്കെ വരുമ്പോഴത്തേനും ഇത് അവരുടെ മെമ്മറിയിലുണ്ട്, അവർ പെട്ടെന്ന് മറന്നു പോകില്ല. ഗ്രാസ്പിംഗ് പവർ വളരെ കൂടുതലായിരിക്കും. ഇതൊരു വളരെ അഡ്വാൻറ്റേജബിൾ ആയിട്ടുള്ള ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ കാര്യമാണ്. ഇതാണ് ഞാൻ അവിടെ നോക്കിക്കാണുന്നത്. കുറച്ച് ആധികാരികമായി പോയി എന്നെനിക്കറിയാം, എന്നിരുന്നാലും ഞാൻ നോക്കിക്കാണുന്നത് ആധികാരികമായിട്ട് സംസാരിക്കുന്നത്. നല്ല മികച്ച സയന്റിഫിക് ആയിട്ടുള്ള അഭിപ്രായം. കൺഗ്രാജുലേഷൻസ്. ഓക്കെ, ഇനി ഷിഹാബ് സാർ വിത്ത് 18 years ഓഫ് എക്സ്പീരിയൻസ് ആണ് സാറ് പറഞ്ഞത്. ഇവിടെ ആരും പറഞ്ഞാൽ ഒരു +6 അല്ലേ? ഒരു 20 ഒക്കെ ആക്കാൻ കുഴപ്പമില്ല. എന്തിനാണ് അങ്ങനെ എക്സ്പീരിയൻസ് കുറച്ച് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പ്രായം കുറച്ച് 20 ഒക്കെ ആക്കാം. അങ്ങനെ കുറച്ചു കാലം B.Ed ക്ലാസ് എടുത്തു.
ഷിയാസാണ് ഷിയാബിക്കാന്ന് വിളിക്കുന്ന കുറെ ആളുകൾ. പക്ഷെ അവര് കേജ് നോക്കുന്ന സമയത്ത് ഇലക്കൊക്കെ അങ്ങനെ വിളിക്കാറില്ല. ഓക്കെ സാർ പറയൂ. ഒരു ടോപ്പിക്ക് 2 പ്രാവശ്യം പഠിക്കുക എന്നുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓൺലൈനിൽ ഇപ്പോൾ കേട്ടതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ എടുക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ ക്ലിയർ ചെയ്യാൻ പറ്റും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഫുൾ ടോപ്പിക്കും ക്ലിയർ ചെയ്തിട്ടാണ് അവർ ഇവിടുന്ന് എന്ത് ചെയ്യാം തിരിച്ചു പോവുക. ഇപ്പോൾ ഒരു 18 കൊല്ലത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞ് 2 വർഷമാണ് എനിക്കിവിടെ എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പോൾ അതാണ് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല ഹൈബ്രിഡ് സിസ്റ്റം തന്നെ ഏറ്റവും നല്ല സിസ്റ്റം. കാരണം 18ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല സിസ്റ്റമാണ്, സന്തോഷം. ഓക്കെ, ഇനി സാറേ നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷത്തെ റിസൾട്ടിലേക്ക് വരികയാണെങ്കിൽ അല്ലേ, നമുക്ക് ഈ ക്യാമ്പസിന് ഒരുപാട് നല്ല റിസൾട്ടുകൾ പെട്ടെന്ന് തന്നെ ഓർമ്മ വരുന്ന അനുപം രാകേഷ് ഉണ്ട്, അല്ലെ ഇഖ്ലാസ്, അങ്ങനെ ഒരുപാട് 99 ഒക്കെ ആയിട്ട് സാറേ പ്രശ്നം നമ്മൾ മാർക്ക് റെസ്ട്രിക്ഷൻ ഇല്ലല്ലോ. ഇല്ല. ജസ്റ്റ് +2 പാസ്സാവുന്ന വരെ നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ടാണ് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ, സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 68% ഫസ്റ്റ് +2 കൂടെ എഴുതിയ കുട്ടിക്ക് ഇപ്പൊ IIT സെലക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള റാങ്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം അതിലിപ്പം കഴിഞ്ഞ വർഷം റിസൾട്ട് ഉണ്ടാക്കിയ ടീച്ചേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം അതിൽ പിന്നെ കെമിസ്ട്രിയുടെ 2 ചുണക്കുട്ടന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആരാണ്? നമ്മുടെ രോഷൻ സാർ. അപ്പൊ രോഷൻ സാറെ കുറിച്ച് റോഷൻ സാർ കെമിസ്ട്രി DPPയിലും ഒക്കെ നമ്മളെ മെറ്റീരിയലില് സ്ക്രീൻ മാത്രമല്ലല്ലോ ഇപ്പം. റോഷൻ സാറും സുധീർ സാർ നമ്മൾ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ഉണ്ടാക്കിയ എഫേർട്ട്, നമ്മൾ അതിനെ കുറിച്ചൊക്കെ ഒന്ന് രണ്ടുപേരും കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ സെറ്റപ്പ്. കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ഉണ്ടാക്കിയതിൻ്റെ എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റിസൾട്ട് ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റം തന്നെയാണ്. അതിലിപ്പോൾ മെറ്റീരിയലിൻ്റെ കാര്യം പറഞ്ഞു, അത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അതായത് നമ്മൾ ഹൈബ്രിഡിൽ വരുന്ന കുട്ടികൾക്ക് ഒരു DPP നമ്മൾ കൊടുക്കുന്നുണ്ട് ഓരോ ചാപ്റ്ററിനും. അത് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ. അപ്പോൾ ആ DPPയിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താ അവർ ഓരോ ദിവസം പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അതിലെല്ലാ കണ്ടൻറ്റും അതിലുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിലുണ്ട്. ഇപ്പോൾ വീഡിയോ ഡേക്ക് അവർക്ക് വീഡിയോ അന്ന് ഓൺലൈനിൽ വരുന്ന ദിവസം അതിൽ വീഡിയോസിൻ്റെ ക്വസ്റ്റ്യൻസ് അതിൽ വരുന്നുണ്ട്. ഓഫ്ലൈൻ ഡേയിൽ അവർ ഇവിടെ വരുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. അപ്പം ബേസിക്കലി ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഒരു ഡേയിൽ അവർ പഠിക്കുന്നത് വീഡിയോയിലായി കൂട്ടിയിട്ട്, അതായത് ഓൺലൈനും ഓഫ്ലൈനും കൂട്ടിയിട്ട് ഒരു ടോപ്പിക്കിൽ തന്നെ ഏകദേശം അവരൊരു 30 ക്വസ്റ്റ്യൻസോളം അവർ ചെയ്യുന്നുണ്ട്, വെറും ഒരു ടോപ്പിക്കിൽ നിന്ന് മാത്രം. അപ്പോൾ അത്രത്തോളം ക്വസ്റ്റ്യൻസ് കാണുന്നു എന്നുള്ളതാണ് ആ DPPയുടെ ബെനിഫിറ്റ്. കുട്ടികൾക്ക് നോട്ട് എഴുതിയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല, എല്ലാ പോയിൻറ്റും അതിലുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് അവർക്ക് ടൈം നന്നായിട്ട് കൺസേർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അവരുടെ എനർജി മൊത്തം അവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഡിവീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് DPP ആയിട്ട് ബേസ് ചെയ്ത് പറയാനുള്ളത്. പിന്നെ പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ GIB, അതായത് പല കുട്ടികളും ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ റിസൾട്ട് ഉണ്ടാക്കിയ കുട്ടികളുടെ ഇൻ്റർവ്യൂ എടുക്കുമ്പം അവർ പല കുട്ടികളും പറഞ്ഞിട്ടുള്ളത്, സാർ ഇവിടുത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന് എഴുതിയ അതേ സെൻറ്ററിൽ തന്നെയാണ് എനിക്ക് ആക്ച്വൽ JEE മെയിൻ എക്സാം നടത്തിയെന്നുള്ളത്. അപ്പോൾ നമ്മൾ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ ആ രീതിയിൽ തന്നെ JEE മെയിനിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം സ്റ്റാർട്ട് ചെയ്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ, അതായത് ശരിയായ ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം JEE മെയിനിലെ യഥാർത്ഥ ആ ഒരു ഫീലിംഗ് എങ്ങനെയാണ് എക്സാം ഉണ്ടാവുക എന്നുള്ളത് അത് നമ്മൾ കുട്ടികൾ മൾട്ടിപ്പിൾ ടൈംസ് GIBയിലൂടെ കണ്ടിട്ടാണ് ആക്ച്വൽ JEE മെയിൻ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവർക്ക് അത്രത്തോളം സ്ട്രെസ് റിലീഫ് അവിടെ തന്നെ കിട്ടും. കാരണം ഞാൻ ഇത്രയും കാലം എഴുതിയ അതേ സെൻറ്ററിൽ തന്നെ പോയി അതേ സീറ്റ് കിട്ടിയ കുട്ടികൾ വരെ ഉണ്ട്. അതേ കമ്പ്യൂട്ടറിൽ തന്നെ ഇരുന്നിട്ട് ആ പരീക്ഷ എഴുതുമ്പോൾ ഇതൊരു സാധാരണ ഒരു GIB എക്സാം ആണ് എന്ന ഫീലോട് കൂടി പരീക്ഷ എഴുതി നല്ല വിജയം കരസ്ഥമാക്കിയിട്ട് കുട്ടികളത് പറയാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഡൗട്ട് ക്ലിയറൻസിൻ്റെ കാര്യങ്ങളായാലും പിന്നെ നമ്മൾ ഇപ്പം ഫസ്റ്റ് സെഷനിൽ തന്നെ നല്ല മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് അവർക്ക് അഡ്വാൻസ് ക്ലാസ് കൊടുത്തിട്ടും എനിക്ക് തോന്നുന്നു 2008 മുതൽ 2024 വരെയുള്ള JEE അഡ്വാൻസിൻ്റെ പേപ്പേഴ്സ് നമ്മൾ ക്ലാസ്സിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ 2025ൻ്റെ JEE അഡ്വാൻസിൻ്റെ പേപ്പർ നമ്മൾ സോൾവ് ചെയ്ത സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അതായത് നമ്മൾ മോക്ക് പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് അഡ്വാൻസിൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ. ആ മോക്ക് പേപ്പേഴ്സിലെ ഒരുപാട് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. കാരണം അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, ഓൺലൈനിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ കുട്ടികളോട് പറഞ്ഞു ഇത് നമ്മളെ മോക്ക് പേപ്പറിൽ വന്ന ക്വസ്റ്റ്യനാണ്. അപ്പം ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു മൊത്തത്തിലുള്ളൊരു എഫേർട്ട് കൊണ്ട് തന്നെയാണ് നമുക്ക് റിസൾട്ട് വന്നിട്ടുള്ളത്. അതെ അതെ, റോഷൻ സാറ് പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ സാറ് പറഞ്ഞത് മെയിൻലി മെറ്റീരിയലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് മെറ്റീരിയൽ തന്നെ നമ്മൾ ഓരോ
തലത്തിലാണ് ആ മെറ്റീരിയലിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും കൊണ്ടുപോകുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ നമ്മുടെ ക്ലാസ്സും നമ്മളെ ടെസ്റ്റും അതുപോലെ ഡൗട്ട് ക്ലിയറൻസും റിവിഷനും ഒക്കെ ഈ ഒരു സ്റ്റെപ്പ് വൈസ് പ്രോസസ്സ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ക്ലാസ് നോക്കുകയാണെങ്കിൽ നേരത്തെ അരുൺ സാർ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ തലേദിവസം ഇരുന്ന് പഠിക്കുന്നു, പിറ്റേ ദിവസം രാവിലെ വന്നൊരു എക്സാം എഴുതുന്നു. പിന്നെ ഒരു പ്രത്യേകത, നമുക്ക് അവരെന്നൊക്കെ ഇവിടെ വരുന്നോ അന്നെല്ലാം നമുക്ക് എക്സാംസ് ഉണ്ട്. വേറൊരു സെൻറ്ററിൽ എല്ലാ ദിവസവും എക്സാം നടത്തുന്നില്ല. ഓക്കെ, അവിടെ വീക്ക്ലി വൺസ് ആണ് ഒരു എക്സാം നടക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും എക്സാം നടത്തുന്നുണ്ട്. സോ വി ആർ ഇവാലുവേറ്റിംഗ് ദ സ്റ്റുഡൻറ്റ് ഇൻ ദാറ്റ് വേ. അതൊരു പ്രോസസ്സ്. പിന്നെ ഓരോ ടോപ്പിക് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടോപ്പിക് വൈസ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മന്ത്ലി അല്ല ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ GAV നടത്തുന്നുണ്ട്. അപ്പോൾ പല ലെവൽ ടെസ്റ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മക്കളെ കൊണ്ടുപോകുന്നുണ്ട്. ഇത് ടെസ്റ്റിൻ്റെ കാര്യം നോക്കിയാൽ. പിന്നെ നമ്മുടെ ക്ലാസ് ഇപ്പം തന്നെ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു തലേന്ന് പഠിച്ചു, പിറ്റേ ദിവസം മക്കൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഇനി എന്ത് ചെയ്ത് ഡൗട്ട് ക്ലിയറൻസിൻ്റെ കേസ് നോക്കിയാൽ, ഡൗട്ട് ക്ലിയറൻസിൻ്റെ കേസ് തന്നെ അവർ പിറ്റേ ദിവസം രാവിലെ വന്ന ഉടനെ സ്റ്റാഫ് റൂം വന്നിട്ട് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ക്ലാസ് കഴിഞ്ഞു വന്ന് ഡൗട്ട് ക്ലിയറൻസ് സമയമുണ്ട്. പിന്നെ പിറ്റേ ദിവസം അവർ ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ നമ്മൾ അവിടേക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡൗട്ട് ക്ലിയറൻസ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് തിങ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ സൈലം. വേറെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഓഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഹോസ്റ്റൽ ഡൗട്ട് ക്ലിയറൻസ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ റിവിഷൻ പാറ്റേൺ ആണെങ്കിലും വി ഹാവ് ഒരു പർട്ടിക്കുലർ ടൈം ബൗണ്ട് ഫ്രെയിമിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ടോപ്പിക്ക് തീർത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അത് തന്നെയാണ് നോക്കുന്നത്. ലാസ്റ്റ് 3 വർഷമായിരുന്നു നമ്മൾ എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയിട്ട്. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഓൾ ഇന്ത്യ അഡ്വാൻസ് റാങ്ക് 8 വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ അപ്രീഷ്യബിൾ തിങ്. Like everyone have to appreciate it, isn't it? We have a lot of numbers like 1 to 7. Okay, പക്ഷേ from where this is coming, that to be discussed. അല്ലേ, നമ്മൾ എടുത്ത കുട്ടികളെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു ഒരിക്കലും നമ്മൾ ജീനെ നോക്കിയിട്ടല്ല എടുത്തത്, ഒരിക്കലും നമ്മൾ മാർക്കിനെ നോക്കിയിട്ടില്ല. നമുക്കറിയാം, നമ്മൾ ആകാശിൻ്റെ കേസ് തന്നെ നമ്മൾ നോക്കിയാൽ വെരി ഫസ്റ്റ് ഇയർ ആകാശിൻ്റെ കേസ് 85% മാർക്ക് മാത്രമേ കുട്ടിക്കുള്ളൂ. ബട്ട് ഹി ക്വാളിഫൈഡ് വെരി ക്ലിയർലി ആൻഡ് ഈസ് ഇൻ ടു IIT ചെന്നൈ. അല്ലേ, അപ്പോൾ ഒരാളുടെ ഡ്രീം, നിങ്ങൾക്ക് ഡ്രീം ഉണ്ടോ ദെൻ യു കം വിത്ത് അസ് എന്ന പോളിസിയിലാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, സൈലം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് റുഫൈ സാറേ, യെസ് സാർ, അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെ ടീച്ചേഴ്സിൻ്റെ സ്ട്രെങ്ത് നോക്കിയാലേ ഏത് സബ്ജക്റ്റിലാണ് കൂടുതൽ ആളുകൾ? അത് മാത്സ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് വളരെ കൂടുതലാണ്, എണ്ണത്തിൽ വളരെ അതിന് നമുക്ക് ബിനീഷ് സാർ ഏൽപ്പിക്കാൻ പറയാൻ വേണ്ടിയിട്ട്. സാറാണെങ്കിൽ ഇന്ന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വരാണ്, ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പുതിയ കുപ്പായൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ സാർ എന്നെ പറയട്ടെ, എന്തുകൊണ്ടാണ് മാത്സിൽ ഇന്ന് പ്രവേശനോത്സവം? അതെ, നമ്മൾ പണ്ട് ഞാനൊക്കെ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്, കഠിനാധ്വാനം ചെയ്താൽ എല്ലാം നേടിയെടുക്കാം, ഹാർഡ് വർക്ക് ചെയ്താൽ എല്ലാം കിട്ടും എന്നുള്ളത്. ശരിക്കും അതൊരു പഴഞ്ചൻ കോൺസെപ്റ്റ് അല്ലേ? പുതിയ ലോകത്ത്, പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ പറഞ്ഞു ആൽഫ ജെന്നിൻ്റെ ബീറ്റ ജെന്നിൻ്റെ ഇങ്ങനെയുള്ള കാലഘട്ടം. അപ്പോൾ ഇവിടെ ശരിക്കും ഇപ്പം സിഗ്മ ജെൻ എന്നാണ് പറയുന്നത്, ഏറ്റവും പുതിയത്. അല്ല, അപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ അത് ഒരു പഴഞ്ചൻ കോൺസെപ്റ്റാണ്. ഇപ്പോൾ ശരിക്കും ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, മറിച്ച് സ്മാർട്ട് വർക്കാണ്. ഇപ്പോൾ ഏത് പുതിയ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറയും. അപ്പോൾ ശരിക്കും നമ്മൾ ഈ കൺവെൻഷനലായിട്ട് പണ്ട് തൊട്ടേ കുട്ടികളെ ഇവിടെ കൊണ്ടിരുത്തുക, കുറേ തിയറിയും കുറേ പ്രോബ്ലംസും ഒക്കെ ചെയ്യിക്കുക, ഇതൊക്കെ മാറണം നമ്മൾ ശരിക്കും. അല്ലേ, അങ്ങനെയാണെങ്കിൽ ഈ പുതിയ ലോകത്തിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും ആ സ്മാർട്ട് വർക്കിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ മാത്തമാറ്റിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാര്യം നമുക്ക് ഫിസിക്സിലും കെമിസ്ട്രിക്കും 2 മണിക്കൂർ വീതമുള്ള ക്ലാസ് ആണെങ്കിൽ മാത്തമാറ്റിക്സിന് നമ്മൾ 3 മണിക്കൂർ, അതായത് ഒരു 50% കൂടുതൽ നമ്മൾ എഫേർട്ട് കൊടുക്കുന്നു, 50% കൂടുതൽ നമ്മൾ സമയം കൊടുക്കുന്നു, കോൺസെൻട്രേഷൻ കൊടുക്കുന്നു. അതിൻ്റെ ഒരു റീസൺ നമുക്കറിയാം, JEE മെയിൻ നോക്കിക്കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മാത്തമാറ്റിക്സിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ നമുക്ക് കിട്ടുന്ന ഒരു പെർസെൻറ്റേജ് ഇൻക്രിമെൻ്റ് ഉണ്ടല്ലോ, അത്രയും ഇൻക്രിമെൻറ്റ് കിട്ടണമെങ്കിൽ ഒരുപക്ഷെ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ ചിലപ്പോൾ നമ്മൾ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്തമാറ്റിക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയാൽ പോലും നമുക്ക് കൂടുതൽ സ്കോറിലേക്ക് വരാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ബുദ്ധിയുള്ള ഒരാൾ മാത്തമാറ്റിക്സിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്താണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഒരു സ്മാർട്ട് വർക്കാണ്. ഇനി ഇതുപോലെ നമ്മൾ മാത്തമാറ്റിക്സിനുള്ളിലും ഇതുപോലെ പല സ്മാർട്ട് വർക്കുകളും ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ ആരുടെ ചോദിച്ചാലും പറയും ഇൻ്റഗ്രേഷനാണ് എളുപ്പമെന്ന്. പക്ഷേ നമ്മൾ ഇൻ്റഗ്രേഷനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അല്ലേ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ്റഗ്രേഷൻ ഒരു 10 ദിവസം തലകുത്തി ഇരുന്ന് പഠിച്ചാലും അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുന്നൊരു 50% സാധ്യതയുണ്ട്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു 2 മണിക്കൂർ പഠിച്ചാൽ പോലും അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാൻ ഒരു 90% സാധ്യതയാണ്, ആക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബുദ്ധിയുള്ള ആൾ
അയാളുടെ സമയം കൂടുതലും സ്റ്റാറ്റിസ്റ്റിക്സിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ അതെ, അപ്പോൾ ഇങ്ങനെ കുറേ സ്മാർട്ട് വർക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായിട്ട് കേരളത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ വർക്ക് ചെയ്തിട്ടാണ് സൈലത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് വർക്ക് ചെയ്ത പലയിടത്തും ഇതുപോലെ തന്നെ അഡ്വാൻസ് ക്വാളിഫൈ ചെയ്ത് ഒരുപാട് കുട്ടികൾ IIT-യിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ആവറേജ് ലെവലിൽ പഠിച്ചു വന്ന കുട്ടികൾ IIT-യിലൊക്കെ എത്തുക എന്നുള്ളത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കണ്ടിട്ടുള്ളത്. അത് അവിടെയുണ്ട് ഒരു സ്മാർട്ട് വർക്ക്. കാരണം നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ളത് കൂടുതൽ പഠിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടുമെന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. ഇവിടെ കൂടുതൽ പഠിക്കുക എന്നുള്ളതല്ല. ഇവിടെ എന്ത് പഠിക്കണം എന്നറിയുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് പഠിക്കണ്ട എന്നറിയുന്നത്. അപ്പം നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം അല്ലേ. ആവശ്യമില്ലാതെ അവിടെ ഇവിടെയും കയറി കുട്ടികൾക്ക് വെറുതെ മെൻ്റൽ സ്ട്രെയിൻ കൊടുക്കുന്നതിന് പകരം നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് അറിയാം എവിടെയാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ DPP-യിൽ ആ ഒരു ഏരിയ മാത്രമല്ലേ, ആ ഒരു ഏരിയയ്ക്ക് ഫോക്കസ് കൊടുത്തല്ലേ പഠിക്കാനുള്ളത്. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തത് ക്ലാസ്സിൽ കയറുമ്പോൾ തന്നെ കുട്ടികൾ ഓരോ ദിവസവും അവർക്ക് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. പക്ഷേ ആ ഒരു ചെറിയ ടോപ്പിക്കിൽ നിന്ന് തന്നെ നമ്മൾ ഏതാണ്ട് ഒരു 40ഓളം ക്വസ്റ്റ്യൻസാണ് ഓൺലൈനിലും ഓഫ്ലൈനിലുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വെറൈറ്റി ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിൽ തിരിച്ചും മറിച്ചും വിട്ട്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം ക്വസ്റ്റ്യൻസ് ചെയ്തു വരുന്നൊരു കുട്ടിക്ക് ഏത് രീതിയിലൊരു ക്വസ്റ്റ്യൻ എക്സാമിന് വന്നാലും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവറേജ് ആയിട്ട് പഠിച്ചു വന്നൊരു കുട്ടിക്ക് IIT സ്വപ്നം കാണാൻ പറ്റുമെന്ന് എനിക്കുൾപ്പെടെ ബോധ്യമായത് സൈലത്തിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ ശരിക്കും സൈലം റെവല്യൂഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് തന്നെയാണ്. ഓക്കെ, യെസ്, ഓക്കെ സാർ. അപ്പോൾ ഇനി അടുത്തത്, നമ്മൾ നേരത്തെ തൻസീൽ സാറിൻ്റെ റാങ്കൊക്കെ പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല, മറ്റൊരു IIT ഉണ്ട്, പക്ഷെ അത് അതിക്ക് മേലെയുള്ള റാങ്കിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. ഓക്കെ, യെസ്, നമ്മുടെ ജെറിൻ സാറാണ്, ജെറിൻ വിൻസെന്റ്. ഓക്കെ, അപ്പോൾ സാർ, അപ്പോൾ ആദ്യം തന്നെ സാറിന്റെ റാങ്കുകൾ അങ്ങ് എടുത്തിടും. കമോൺ. കേരളയിലെ 3rd റാങ്ക് ആയിരുന്നു. ഏത്? കേരള കീമില് 3rd റാങ്ക് ആണ്. സിംഗിൾ ഡിജിറ്റ്. അഡ്വാൻസിന് 2100 ആയിരുന്നു. ഓൾ ഇന്ത്യ റാങ്ക്. യെസ്. ഓക്കെ. മെയിൻസിന് 213 ആയിരുന്നു. 213 ഓൾ ഇന്ത്യ റാങ്ക്. ഓക്കെ, യെസ്. മാത്സ് ക്യൂസിന് കേരള ഫസ്റ്റ് ഒക്കെ ആയിരുന്നു. യെസ്. ഖരഗ്പൂർ IIT-യിലല്ലേ പഠിച്ചത്? ഖരഗ്പൂർ IIT ഇലക്ട്രോണിക്സ്. ഓക്കെ, വിത്ത് M.Tech. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയും അത്രയും വലിയ തലയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ സാറിന്റെ പഠനകാലത്തും ഇപ്പോൾ ഉള്ള ഒരു വ്യത്യാസം സാറിന് എന്താണ്? അല്ല, ഞാൻ സൺഡേസിലാണ് കോച്ചിങ്ങിന് പോയിരുന്നത്. അതായത് വെറും സൺഡേ കോച്ചിങ്ങിന് പോയിട്ടാണ് അദ്ദേഹം ഈ ഒരു ആഴ്ചയിൽ മാത്രമാണ് ക്ലാസ് കിട്ടിരുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് ഈ ഹൈബ്രിഡ് സിസ്റ്റം വഴി വീഡിയോ ക്ലാസ് എപ്പോഴാണെങ്കിലും അവൈലബിൾ ആണ്. പിന്നെ വീക്കിലാണ് എക്സാംസ് ഉണ്ടായിരുന്നത്. ഇവർക്ക് ഡെയിലി എക്സാം പോസിബിൾ ആണ്. പിന്നെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ബുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവർക്ക് മറ്റ് ഫെസിലിറ്റികളുണ്ട്, ഇൻ്റർനെറ്റ് ഫെസിലിറ്റികളുണ്ട്. പിന്നെ ഇവിടെ എക്സാം നടത്തുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ആൻസർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പഠിക്കുമ്പോൾ അങ്ങനെ ആൻസറൊക്കെ ചിന്തിച്ച് സമയം കളയേണ്ട കാര്യമില്ല, ആൻസർ സൊല്യൂഷൻ നോക്കി ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അത്തരത്തിൽ വളരെ നല്ലൊരു സിസ്റ്റം തന്നെയാണ് ഇവിടെ ഉള്ളത്. യെസ്. ഓക്കെ, അപ്പം നമ്മുടെ എന്താ പറയുക, ഒരു റാങ്കിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് അവിടെ കിടന്നത്. ഓക്കെ, ഇമേജ് സാർ ഇപ്പോൾ അറിഞ്ഞത് അറിയാല്ലേ? ഓക്കെ. അപ്പോൾ എനിവേ അടുത്തത് നമ്മുടെ അഖിൽ സാറാണ്. പിന്നെ അഖിൽ സാറും മറ്റൊരു NITian ആണ്. അപ്പോൾ NIT എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അന്ന് IIT കിട്ടുമായിരുന്നു, പക്ഷേ ബ്രാഞ്ച് നോക്കി പോയതല്ലേ, ബ്രാഞ്ച് നോക്കിയിട്ട് NIT പോയ ആളാണ്. അപ്പോൾ പിന്നെ എത്രയായിരുന്നു സാറേ റാങ്ക്? എത്രയായിരുന്നു? ഏതാണ്? യെസ്. ആദ്യം നമുക്ക് മുകളിൽ താഴേക്ക് വരാം. അഡ്വാൻസ്ഡ് അഡ്വാൻസ് OBC റാങ്ക് 3000 സംതിങ്. പിന്നെ മെയിൻ മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് 900 യെസ്. OBC അല്ല, ഓൾ ഇന്ത്യ റാങ്ക്. ഓൾ ഇന്ത്യ റാങ്ക്. ഓക്കെ, ഓൾ ഇന്ത്യ റാങ്ക്. അപ്പോൾ കീം
സ്കീം 38 to 39. 38. ഓക്കെ. അതായത് അപ്പൊ നമുക്ക് സിംഗിൾ ഡിജിറ്റ് ആവശ്യമില്ല അല്ലെ, വെറുതെ പോയി എഴുതുക. അപ്പോ സാർ പറയൂ, എന്താണ് ഇപ്പൊ സാർ ഇപ്പം ഹൈബ്രിഡ് തുടങ്ങിയത് തന്നെ സാർ ഉണ്ടല്ലോ അല്ലെ ഇവിടെ. ഓക്കെ, അപ്പൊ എന്തുണ്ട് കഴിഞ്ഞ വർഷം റിസൾട്ടും അതോടൊപ്പം തന്നെ ഈ വർഷം പുതിയ കുട്ടികളും ഒക്കെ ആയിട്ട് എന്താണ് സാറിന്റെ ഒരു റിസൾട്ടിന്റെ കാര്യം നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന പോലെ എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ തുടക്കത്തിൽ എന്താ റിസൾട്ട് ഓഫ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ടിങ് ആയിരുന്നു. അപ്പൊ റിസൾട്ട് കമ്പാരിറ്റീവ്ലി നമ്മൾക്ക് കിട്ടേണ്ട റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. പിന്നെ ഇത് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്തു. ആ ഗ്രോത്ത് ഒക്കെ എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഗ്രോത്തിനെ കുറിച്ചും. അതുപോലെ ഹൈബ്രിഡ് സിസ്റ്റത്തെ കുറിച്ച് പിന്നെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു, എല്ലാ ഗുണങ്ങളും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവസാനമായപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു അവസരം തന്നില്ല. പിന്നെ എനിക്ക് ഞാൻ പഠിച്ചതും ഇവിടെ പഠിപ്പിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ആക്ച്വലി റിപ്പീറ്ററാണ്. ഞാൻ +1 +2 തീരെ വാട്ട് ഈസ് ജെഇ എന്ന് പോലും അറിയാത്ത ഒരാളാണ്. അതായത് +2 കഴിഞ്ഞപ്പോഴാണ് ജെഇ എക്സാം ഉണ്ട്, അത് എഴുതിയാൽ എന്താ എഞ്ചിനീയർ നല്ല കോളേജിലേക്ക് പോകാൻ പറ്റും എന്നൊക്കെ മനസ്സിലായത് +2 കഴിഞ്ഞിട്ടാണ്. പിന്നെയാണ് ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയത്. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ നമ്മൾ +1 +2 കുറച്ച് മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയപ്പോൾ നമുക്കൊന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു. അതുപോലെ ക്ലാസ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ ക്ലാസ് കിട്ടും, അത് കഴിഞ്ഞു. അഥവാ ക്ലാസ്സിൽ എന്തെങ്കിലും മൈൻഡ് പോയാൽ എല്ലാം പോയി, പിന്നെ ആ ടോപ്പിക് ഇല്ല. അതിൽ ഏറ്റവും എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് എനിക്ക് ഫിസിക്സിൻ്റെ ഒരു ചാപ്റ്ററാണ്, വേ ഓപ്റ്റിക്സ്. അതെനിക്ക് കാരണം വെച്ചാൽ എനിക്ക് അതൊരു ഇന്നൊരു മനസ്സിലായില്ല, കുറേ ഫ്രിഞ്ചസ് ഉണ്ട് മനസ്സിലായില്ല. അതന്നെ കുറേ ലൈൻ ഉണ്ട്, അത് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് അങ്ങനെ പറയുന്നല്ലാതെ എനിക്ക് ഡാർക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ എന്താണെന്ന് ഇതുവരെ മനസ്സിലായില്ല. അപ്പോൾ ഡൗട്ട് ചോദിക്കാൻ അന്ന് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് ഇത്ര ഫ്രണ്ട്ലി അല്ലായിരുന്നു. അപ്പോൾ അല്ല, അവൈലബിൾ അല്ല. അപ്പോൾ പിന്നെ ഓൺലൈനിലൊരു ക്ലാസ് ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ ഈ ഓൺലൈൻ ആകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ, അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ക്ലാസ് കാണാം. അതെ അതെ 7:30. നമ്മളെ ഞാൻ അഖിലിനെ കണ്ടോണ്ട് പറഞ്ഞാണ്, നമ്മൾ ഡൗട്ട് ക്ലിയറൻസിൽ രാജാവ് എന്ന് പറയണം. ഇത് വൈകുന്നേരം നമ്മളൊക്കെ വേറെ സ്ഥലമുണ്ട്, വേണ്ട അരുണുണ്ട് ഇല്ലാന്നല്ല, നമ്മളൊക്കെ കുറച്ച് നേരത്തെ പോയാലുണ്ട്. അത് എക്സ്പീരിയൻസ് കൊണ്ടാണ് പോട്ടെ. എനിവേ, പക്ഷെ ഞാൻ വെറുതെ പറഞ്ഞല്ലോ, ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞത്. രാത്രി 8 മണി വരെ കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന ആൾക്കാരുണ്ട്, അതിൽ പെട്ടാണ് അഖിൽ അരുണൊക്കെ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ഡൗട്ടിൻ്റെ ബാക്കിയാണ്. പിള്ളേർ നിൽക്കുന്നത് എപ്പോഴാണോ അവർ പോകുന്നത് അപ്പോഴാണ് നമ്മളും പോകുന്നത്. പിന്നെ ഹോസ്റ്റലിൽ പോയി പറയണ്ട, ഹോസ്റ്റലിൽ നിന്ന് രാത്രി 9 മണിക്കൊക്കെ ഇറങ്ങിയിട്ട് വൈഫൊക്കെ വിളിച്ചിട്ട് പോയത് എം ഐ സാറൊക്കെ ചെല്ലാം കേട്ടില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ. കറക്റ്റാണ്, ചോദിച്ചു നോക്ക്. ഞാൻ വെറുതെ പറഞ്ഞത് തള്ളിയല്ല. അത് ആക്ച്വലി ഭയങ്കരമാണ്. അതായത് ഡൗട്ട് ക്ലിയറിങ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മൾ പഠിപ്പിക്കുക എന്ന് മാത്രമല്ലല്ലോ, മക്കൾ പഠിക്കുമ്പോഴേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ കുറേ പഠിപ്പിച്ചിട്ട് ഒരിക്കലും ജെയ്ക്ക് റിസൾട്ട് ഉണ്ടാവില്ല. ജെയ്ക്ക് പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് അവർ ചെയ്താൽ റിസൾട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ ചെയ്യുമ്പോൾ അവർക്ക് ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ട് ക്ലിയർ ചെയ്തില്ലെങ്കിൽ അവർ പിന്നെ പഠിക്കാനുള്ള മൂഡ് പോകും. നമുക്ക് ഒരു ചാപ്റ്ററിൽ ഇപ്പോൾ ഒരു 2 ക്വസ്റ്റ്യൻ ഡൗട്ടായാൽ പിന്നെ ആ ചാപ്റ്റർ പഠിക്കാനേ തോന്നൂല. പക്ഷെ ആ ഒരു അവസ്ഥ ഇവിടെ ഇല്ല. കാരണം വെച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എന്ത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ലോക്കൽ ഡൗട്ടാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ആയതുകൊണ്ട്. കാരണം നമ്മൾ ഒന്നും കളിയാക്കൂല, ഒന്നും പറയാറില്ല. അപ്പം അതുപോലെ ഡൗട്ട് ഏറ്റവും ലോ ലെവലാണെങ്കിൽ ഏറ്റവും ഹൈ ലെവൽ നമ്മൾ എന്ത് ക്ലിയർ ചെയ്യുന്നുണ്ട്. അതിന് ഏറ്റവും എക്സാമ്പിൾ നമ്മൾ പല എക്സാമ്പിൾസ് നമ്മൾ പറയാറുണ്ട്, അത് നമ്മൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനത്തെ കുറേ ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടികളാണ് പിന്നെ റാങ്ക് വരുന്നത്. എനിക്ക് ഏറ്റവും എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം, കുട്ടിയുടെ പേര് ഞങ്ങൾക്ക് ശരിക്കും ഓർക്കുന്നില്ല, ശ്രീജിത്തോ അങ്ങനെ എന്തോ ആണ്, നമ്മൾ ഡേ സ്കോളർ ആയിരുന്നു. അവന് എന്നോട് കറക്റ്റ് ഡൗട്ട് ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അവൻ ചോദിച്ചത് 2 - -2 എന്താണെന്ന് ചോദിച്ച്. അപ്പോൾ നമ്മൾ കളിയാക്കിയില്ല, അവർക്ക് പറഞ്ഞു കൊടുത്താണ്. ആ കുട്ടി ഇപ്പോൾ പഠിക്കുന്നത് NIT വാറങ്കൽ മെക്കാനിക്കലാണ്. എനിക്ക് കറക്റ്റ് ഓർമ്മയുണ്ട്. NIT വാറങ്കൽ എത്തിയതെന്ന് വെച്ചാൽ അവൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൻ കഷ്ടപ്പെടുമ്പോൾ നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അല്ലെങ്കിൽ എത്തൂല. അവൻ കഷ്ടപ്പെട്ടു, നമ്മളും കഷ്ടപ്പെട്ടു എന്നാണ്. ആ ഒരു രീതി ഇവിടെ തന്നെ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇപ്പം എനിക്ക് ഒരു 95% മുകളിൽ +2 മാർക്ക് കിട്ടിയിട്ട് എന്നെ ഒരു ജെയിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ NITയിലേക്ക് എത്താൻ കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ഭയങ്കര ഈസിയാന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് ഈസിയാണ്. പക്ഷെ ഒരു 80% കിട്ടിയ കുട്ടിയെ നമ്മൾ NITയിലേക്ക് IITയിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു ചേർത്ത് പിടിച്ചാലേ കിട്ടുള്ളൂ. അത് നമ്മൾ പിടിച്ചിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് കൂടുതലായി ആ റിസൾട്ട് നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും. അത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് തന്നെ ഉണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഇയേഴ്സ് നമുക്ക് കാണാൻ പറ്റും ഉറപ്പായിട്ടും. അതേപോലെ ഈ ഡൗട്ട് ക്ലിയറൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറയുന്നൊരു കാര്യം, ഇവിടെ ഡൗട്ട് ക്ലിയറൻസിന് അവസരമൊക്കെ ഉണ്ട്. പക്ഷെ അതിലപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
എങ്ങനെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യണം എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാര്യം നമുക്കറിയാം, കുട്ടികൾ ആദ്യം വരുന്ന ആ സമയത്ത് പ്രത്യേകിച്ച് അവർ നമ്മുടെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്നത് ഒരു ചാപ്റ്റർ കൊണ്ടുവന്നിട്ട് ഇത് മൊത്തം ഒന്ന് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കൊണ്ടുവന്നിട്ട് ഇത് മൊത്തം എഴുതി തരുമോ, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ അവരെ അതിൽ നിന്ന് മാറ്റിയിട്ട് സ്വന്തം നിലയ്ക്ക് ആ പ്രോബ്ലംസ് ഒരു 2-3 ആവർത്തി സ്വന്തം നിലയിൽ ചെയ്ത് നോക്കിയിട്ട് പിന്നീട് അതിൻ്റെ ഹിൻറ്റുകൾ മാത്രം ചോദിക്കുക, വീണ്ടും അതിനകത്ത് റീവർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഡൗട്ട് ക്ലിയറൻസിലും കുട്ടികൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്നുള്ള ഒരു ഐഡിയ കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, അവസാന സമയത്തേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ കുട്ടികളെല്ലാം എങ്ങനെയാണ്, അവർ ഓൾറെഡി തന്നെ പ്രോബ്ലംസ് ഒക്കെ എടുത്ത് 2-3 ചിലർ 4-5 പ്രാവശ്യം റീവർക്ക് ചെയ്ത് എന്നിട്ടും അവർ പറയുന്നത് ഇത് എനിക്ക് മൊത്തം ചെയ്ത് തരണ്ട, ജസ്റ്റ് ഒരു ഹിൻറ്റ് തരൂ, ഞാൻ അതിനകത്തൊന്ന് വർക്ക് ചെയ്ത് നോക്കട്ടെ എന്നാണ്. അപ്പോൾ ഇതൊരു വലിയ കാര്യമാണ്. ഇത് വേറെ എവിടെയും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല ശരിക്കും, അല്ലേ? കഴിഞ്ഞ വർഷം നമ്മൾ പോകുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പം കെമിസ്ട്രിയിലൊക്കെ ആണെങ്കിൽ ചെറിയ വലിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പകുതി എത്തും, സൊല്യൂഷൻ്റെ ആണെങ്കിലും പകുതി എത്തി, സാർ ഇവിടെ വരെ ഞാൻ ഓക്കെയാണ്, അങ്ങനെ പറയാം, ഇവിടെ വരെ എനിക്ക് ഓക്കെയാണ്, ഐ നീഡ് ഹൗ കം ദിസ്, അല്ലാതെ മുഴുവൻ ക്വസ്റ്റ്യൻ ചെയ്തു തരാനൊന്നും അല്ല അവസരം പറഞ്ഞുകൊണ്ടിരുന്നത്. പകുതി വരെ അവർ സ്വന്തം എഫേർട്ട് ഇട്ട് ചെയ്ത് എത്തിച്ചിട്ട് ബാക്കി എങ്ങനെയാണ് ജമ്പ് വന്നതെന്ന് മാത്രമാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ചോദിക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികൾ ഇന്ന് NIT പഠിക്കുന്നുമുണ്ട്. യെസ് ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ അത്രയാണ്, നമ്മൾ ഒരുപാട് നേരമായി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം സാറേ. അപ്പൊ അതിനു മുമ്പ് പിന്നെ സാറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മളിപ്പോ ഈ ടീച്ചേഴ്സിനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് എക്സ്പീരിയൻസ് പറഞ്ഞു, ഒരുപാട് രോമാഞ്ചിഫിക്കേഷൻ എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് നമ്മൾ പിന്നെ എന്താ പറയുക, സംഘയിലും ടീച്ചേഴ്സിനൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ മുതൽ 38-40 വർഷം എക്സ്പീരിയൻസ് വരെ ഉണ്ട്. അപ്പോൾ ഒരു ഡൗട്ട് ക്ലിയറൻസിന്റെ കാര്യം പറഞ്ഞു അല്ലേ? അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞതിൽ സാർ ആസ് എ ലീഡർ, സാറിന് ഇതിൽ നമ്മുടെ ഈ ടീമിൽ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് എന്താണ്? അത് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടീം വർക്കാണ്. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇവരെ കൂടെ. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഒരു മടിയില്ലാതെ അത് കൃത്യമായിട്ട് ചെയ്യുന്നൊരു ടീം, അതൊരു വലിയൊരു ഫാക്ടർ തന്നെയാണ് നമ്മളെ ഈ സക്സസിൻ്റെ ബാക്കിൽ. നമ്മളൊരു ഇപ്പോൾ എന്നെ ഒരു ലീഡറായിട്ടോ ഇപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ പറയുമെങ്കിലും ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല ഇവിടെ. അതൊരു ഫാമിലി മാതിരി. അപ്പോൾ എന്താണോ നമ്മളെ കുട്ടികൾക്ക് എന്താണോ ആവശ്യം അത് അവർ ചെയ്യും. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സാറേ നമ്മൾ ഒരു IIT അഡ്മിഷൻ തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ 23 എത്ര കുറച്ച് ആളുകൾ ഇക്ബാൽ സാറുണ്ട്, പിന്നെ NS മാം ഉണ്ട്, പിന്നെ ഫമീൽ സാറുണ്ട്, ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ഈ ഒരു ഫാമിലിയിൽ. അപ്പം അവരൊക്കെ ഓരോരോ ഡ്യൂട്ടികളിലായിട്ട് ക്ലാസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ എൻഗേജ്ഡ് ആണ്. തീർച്ചയായിട്ടും. പിന്നെ പറയുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ നമ്മൾ NIT കണക്കെടുത്താൽ NIT കാലിക്കറ്റിൽ മാത്രം നമുക്ക് 42 സ്റ്റുഡൻസ് ഉണ്ട്. ഈ വർഷം അത് കൂടും. അപ്പൊ എനിവേ എന്തായാലും ഞങ്ങളെല്ലാവരും തയ്യാറാണ്. നിങ്ങൾ അടുത്ത വർഷം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഡ്രീം ക്യാമ്പസിലേക്ക് എത്തിക്കാൻ വേണ്ടി, അല്ലേ സാറേ? റെഡിയല്ലേ? എന്താ എല്ലാവർക്കും യെസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സാറേ ഇപ്പോഴും JEE എന്താണെന്ന് അറിയാത്ത JEE എങ്ങനെ പബ്ലിക് ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ ആ പബ്ലിക് ഓഡിയൻസിന് വേണ്ടി നമുക്ക് ഈ തുടക്കത്തിൽ ഈ JEE പ്രിപ്പറേഷൻ നമുക്ക് ഒന്ന് സെറ്റാക്കി വേണ്ടി, ഒന്ന് തുടക്കം കൊടുക്കാൻ വേണ്ടി നമുക്ക് യൂട്യൂബ് ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്തുകൂടെ? ചെയ്യാം. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എന്നുള്ള നമുക്ക് ഡീറ്റെയിൽ പറയാം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഥവാ JEE പ്രിപ്പറേഷൻ ഇഗ്നൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിൽ ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട് അല്ലേ? പേര് ബാച്ച് അല്ല, സീരീസിന്റെ പേര് ഇഗ്നൈറ്റ് JEE 2026. ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട് നിങ്ങൾക്ക് ഒന്ന് ഇഗ്നൈറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എനിവേ മക്കളെ, നിങ്ങൾ ആരെങ്കിലും ശങ്കിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ച് ശങ്കിച്ച് നിൽക്കൊണ്ട് ഉടനെ എന്തൊക്കെ തീരുമാനത്തിലെത്തുക അല്ലേ? അത് അങ്ങനെ അങ്ങനെ ഒരു ആശങ്കകൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങളെ ക്യാമ്പസ് ഒന്ന് വിസിറ്റ് ചെയ്യാം. നമ്മളെ ടീച്ചേഴ്സിനായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടാം. കറക്റ്റ് സമയത്ത് ഡിസിഷൻ എടുക്കുക. അങ്ങനെ ഡിസിഷൻ എടുത്ത ഒരാളാണ് നമ്മുടെ അഖിൽ സാർ. അഖിൽ സാർ അന്ന് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കില്ലായിരുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ തൻസീൽ സാറ്. ഓക്കെ, അപ്പൊ എനിവേ നിങ്ങളുടെ ഡ്രീം കോളേജ് എത്തിക്കാൻ ഞങ്ങൾ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ്, ഞങ്ങളെല്ലാവരും റെഡിയാണ്, ഞങ്ങളെല്ലാവരും എനർജറ്റിക് ആണ്, ഞങ്ങൾ പവർഫുൾ ആണ്.